വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയമുടത്ത്. ഞാനും എൻ്റെ ചാത്തനും ഓരോ കുടുംബത്തിലും വിഷ്ണുമായ ചാത്തനെ കുടിവെച്ചിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അത് പല ചാത്തന്മാരുണ്ട്. വിഷ്ണുമായ ചാത്തൻ, കുട്ടിച്ചാത്തൻ, മായച്ചാത്തൻ, ഒടിക്കുട്ടിച്ചാത്തൻ, പറക്കുട്ടിച്ചാത്തൻ, മാണിക്കക്കുട്ടി, അകലാണത്തുകുട്ടി, അങ്ങനെ ഒരുപാട് ചാത്തന്മാരിനെ വെവ്വേറെ അല്ലെങ്കിൽ പല പേരുകളിൽ ചാത്തൻ്റെ ശക്തി ഒന്നും ആണെങ്കിലും പല പേരുകളിലുണ്ട്. 10 കുറേ 300 കുട്ടിച്ചാത്തന്മാരുണ്ട്. അതിൽ ആ ചാത്തന്മാരിൽ ഓരോ വീടുകളിലും ചാത്തനെ വെച്ച് ആരാധിക്കുന്നുണ്ട്. അപ്പൊ ആ ചാത്തൻ എന്നുള്ള ശക്തിയെ കൃത്യമായി കണ്ടറിഞ്ഞ്, അതായത് കാലങ്ങളായിട്ട് പൂർവികരായിട്ട് കല്ലടിക്കോട് പോയി പടിമാനം കഴിഞ്ഞ് വന്ന് കുടിവെച്ചിരിക്കുന്നതായ മൂർത്തികളിലെ ശക്തനായിരിക്കുന്നതായ ചാത്തൻ, ആ ചാത്തന് ഒരു സ്ഥാനം കണ്ട് അത് ഒരിക്കലും വീടിൻ്റെ അകത്ത് വെക്കരുത്. അത് ശുഭമല്ല. വീടിൻ്റെ അകത്ത് അത് റാക്ക് വിഗ്രഹമായിട്ട് വെക്കാൻ പാടില്ല. ഫോട്ടോ നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ വെക്കാതെ തെറ്റില്ല. പക്ഷെ അതൊരു വിഗ്രഹമായിട്ട് നമ്മൾ കൊണ്ടുവന്ന് പൂജമുറി എന്നുള്ള സങ്കല്പത്തിലായാലും ഇവിടെ കൊണ്ടുവന്ന് അത് റാക്കുമ്പോൾ വെച്ചു, അല്ലെങ്കിൽ ജനലിൻ്റെ ഭാഗത്ത് വെച്ചിട്ടൊക്കെ കർമ്മം ചെയ്യാന്നുള്ളൊരു വ്യാജേന എന്തായാലും വീടിൻ്റെ ഉള്ളിൽ അത് ശരിയാകില്ല. കാരണം ആ വീട്ടിലെ പ്രായപൂർത്തിയായിട്ടുള്ളതായ ആളുകളുണ്ടെങ്കിൽ അവർ മെൻസസ് പീരീഡ് സമയങ്ങളിൽ അത് ഇതിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനത്. അതേപോലെ തന്നെ ഓരോരുത്തർ പോയി മരണം കഴിഞ്ഞ് വന്നിട്ട് മരണത്തിലൊക്കെ പങ്കെടുത്ത് വരുമ്പോൾ അത് ഈ വീടിനോട് കൂടി തൊട്ടിട്ടായിരിക്കും വെച്ചിലൊക്കെ അശുദ്ധിയാകും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്, ഇനിയിപ്പോൾ അദ്ദേഹത്തിനല്ല, കാളിയോ ആരോ ആവട്ടെ, ഏതു ദേവീ വിഭാഗങ്ങളായാലും ആ വിഗ്രഹ ആരാധന അല്ലെങ്കിൽ കുടിവെച്ചിരിക്കുന്ന പ്രതിഷ്ഠ ഉള്ളതായ സംഗതികളൊക്കെ അല്ലെങ്കിൽ ആ സമ്പ്രദായങ്ങളൊക്കെ പുറത്ത് മാറ്റി വെച്ചിട്ട് അവരെ ഇരുത്തണം. അപ്പൊ അവിടേക്ക് ആ വീട്ടിലേക്ക് പിന്നെ ഈ പുറത്തായാലും അതേപോലെ തന്നെ മറ്റു മരണാന്തര ചടങ്ങുകളായാലും അതിന് അതൊരു അശുദ്ധിയാകില്ല. കാരണം അത് വീടിന് തൊട്ട് മാറി കുറച്ച് നീങ്ങിയിട്ടിരിക്കണം. വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഈ പറഞ്ഞ അശുദ്ധികളൊക്കെ അദ്ദേഹത്തിന് ഏൽക്കാം. എന്നിട്ടോ അദ്ദേഹത്തിനെ കുടിവെച്ച് കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് ആചരിക്കുക, വിളക്ക് വെച്ച് ആചരിക്കുക. അപ്പോൾ അവിടെ കുളിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കുളിച്ച് വിഷ്ണുമായുടെ ഒരു ശിലയാവട്ടെ, ഒഴുക്ക് ശരിയാവാം, അല്ലെങ്കിൽ വേറെന്താവാം, വിഷ്ണുമായിക്ക് വട്ടപ്പീടാണെന്ന് പറയാം. അപ്പോൾ എങ്കിലും ഒരു കല്ല് വെച്ചിട്ട് അത് വിഷ്ണുമായാണെന്നുള്ള സങ്കല്പത്തോടെ വെച്ചാലും അദ്ദേഹത്തിന് കഴുകി അല്ലെങ്കിൽ കുളിപ്പിച്ച് പൊട്ടുവെച്ച് പൂവ് വെച്ച് നിത്യം വിളക്ക് വെച്ച് ആരാധിക്കുക. ഓം നമോ വിഷ്ണുമായി, ഓം നമോ വിഷ്ണുമായി, ഓം നമോ വിഷ്ണുമായി എന്ന് പറഞ്ഞിട്ടുള്ള ആ മന്ത്രം ആയാലും ശരി ഒരു 14 തവണയെങ്കിലും ജപിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ച് ഇത്തിരി പൂവും കയ്യിലെടുത്തിട്ട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഇട്ടാലും മതി. അത് നിത്യം ഈ വിളക്കുണ്ടാകണം. ഇനി അതിൽ നിവേദ്യം വയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും വല്ല അവലെ മലര് ശർക്കര പഴ ഇത്യാദികൾ അദ്ദേഹത്തിന് സമർപ്പിക്കാം. പിന്നെ കുടിവെച്ച് ആരാധിക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികരായിട്ട് തന്നെ അവിടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ഉണ്ടാകുന്ന വലിയൊരു കുടുംബമാവും. അവരൊക്കെ ഈ മൂർത്തികളെ കുടിവെച്ചിട്ട് അതിനെ മാന്ത്രികപരമായിട്ടുള്ളതായ കർമ്മങ്ങൾ നടത്തുന്നവരും അല്ലാതെ വീടുകളിൽ വെച്ച് ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വിഗ്രഹമൊക്കെ വെച്ച് ഇനിയും അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കുടുംബക്ഷേത്രമൊന്നും ഇല്ല അങ്ങനത്തെ ആളുകൾ കുടിവെച്ച് ആരാധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് വെച്ചെങ്കിൽ ആലോചിക്കുക. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇട്ടിട്ട് പോകരുത്. അവരെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് സ്ഥാനികരം കൊടുക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന സ്ഥലത്തേക്ക് എന്താണ് വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുക. വലിയ വലിയ വഴിപാടുകളല്ല. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് അവിടുത്തെ ഉത്സവങ്ങൾ, കളം ഇത്യാദികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നല്ല വഴിപാടുകൾ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ സ്ഥലത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുക. വർഷത്തിലൊരിക്കെങ്കിലും അവിടെ ഒരു കോഴീനൊക്കെ വെട്ടി കോഴീനെ കർമ്മം ചെയ്യുക, കോഴീനെ വെട്ടിയിട്ട്. അതേപോലെ തന്നെയാണ് ഒരു 9 അടിക്ക് കളമിട്ടിട്ട്, ഇപ്പൊ വിഷ്ണുമായിക്ക് ഒരു ശില വെച്ച് ആ ശിലയിലേക്ക് വിഷ്ണുമായുടെ ശക്തിയൊക്കെ വെച്ചിട്ട് വിഷ്ണുമായ എന്നുള്ള സങ്കല്പത്തില് വിളക്കൊക്കെ വെക്കുന്നുണ്ടെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ സാധാരണ കളടാറുണ്ട്. ആ കളട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ കർമ്മം ആ കളത്തിലേക്ക് കൊടുക്കുക. അപ്പൊ ആ ശക്തി ഇതിലേക്ക് വരും. ഇതെന്നാണ് അദ്ദേഹം അനുഭവിക്കുക.
ഇനി കളല്ലെങ്കിലും കർമ്മം ചെയ്യണത് ഇപ്പോൾ ഈ പ്രസാദം വെക്കുന്ന പോലെ തന്നെ എന്താണെങ്കിലും വെച്ചു കൊടുക്കാനായിട്ട് വല്ല നിവേദ്യം തന്നെ വെക്കാൻ പറ്റുള്ളൂ. അല്ല, അതിന് കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ 9 അടിക്ക് കളമിട്ടിട്ട് 9 ഒക്കെ അടിക്കണക്കെ പറയാം. 5 അടി, 9 അടി, 16 അടി, 64 അടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടിക്കണക്കിലെ പറയാം. അപ്പൊ ഒരു 9 അടിക്ക് കളം കെട്ടിയിട്ട് അതിൽ ഉമിക്കീരി ആദ്യം പരത്തി അതിൽ അരിപ്പൊടി കൊണ്ട്, പച്ചപ്പൊടിയാണ് പറയാ, അത് പച്ചപ്പൊടി വറുത്ത പൊടിയാകുമ്പോൾ അത് മരിക്കണത്രേ. അപ്പൊ പച്ചപ്പൊടി വേണം ജീവനുള്ള ഇത് എന്ന് ഉദ്ദേശിക്കുക. ഇനിയിപ്പോ ഈ പീടിയിൽ നിന്ന് മേടിക്കുന്ന പൊടിയിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതില് ഈ പാന്തക്കോല്, തെങ്ങിന്റെ പട്ടയുടെ അല്ലെങ്കിൽ കുരുത്തോലിന്റെ അടിഭാഗം ചീന്തിയിട്ട് ചെറിയൊരു 1/2 ഇഞ്ചോ ഒക്കെ വീതിയിൽ കുറച്ച് നീളത്തിൽ അത് ചീകിട്ട് അതിൽ അരിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കളുണ്ടാക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ കൈകൊണ്ടായാലും അരിപ്പൊടി എടുത്ത് കൈകൊണ്ടായാലും ഇങ്ങനെ ആദ്യം ഒരു കളം ഇട്ടിട്ട് അതിൻ്റെ നടുക്കിൽ ഒന്ന്, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇടുക. അതേപോലെ തന്നെ ഈ ഭാഗത്തു നടുക്കിൽ ഒരെണ്ണം, അപ്പുറത്തും ഇപ്പുറത്തും, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 9 കള്ളിയാവും. ആ 9 കള്ളിയിലേക്ക് 9 കഷ്ണം ഇലക്കഷ്ണം വെക്കണം. 9 കള്ളിയിലേക്കും ഇലക്കഷ്ണം മുറിച്ചിട്ട് ആ കള്ളിയിൽ ഒതുങ്ങാവുന്ന തരത്തിൽ, എന്നിട്ട് അതിൽ അരി, നെല്ല് ഇതൊക്കെ വെക്കുക. അതേപോലെ തന്നെയാണ് നെല്ല് വറുത്ത് കുത്തിയ തവിട്, ആ തവിടും ഇതിലേക്ക് വെക്കണം. ഇതിലേക്ക് നറുക്കിലേക്ക് അരി നെല്ല് വെച്ചരിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 5 തിരി അതിൻ്റെ മീതെ കത്തിച്ച് വെച്ചിട്ട് വിഷ്ണുവായിക്ക് അദ്ദേഹത്തിന് കോരി കൂട്ടാന്ന് പറയും, കർമ്മങ്ങൾ ചെയ്യാം. അപ്പം അതിന് മന്ത്രതന്ത്രാദികളൊന്നും അറിയില്ലെങ്കിലും കർമ്മം ചെയ്യാം. ഈ കളമിട്ടിട്ട് തവിട് വെച്ചു, അതേപോലെ തന്നെ കുരുതി, കള്ള്, ബ്രാൻഡി ഇതൊക്കെ നമ്മളോട് കഴിക്കാനല്ല ഉദ്ദേശിച്ച് പറയണത്. ഭഗവാൻ ഇതൊക്കെ ഇഷ്ടമുള്ളതാണ്. കാട്ടിലുണ്ടായിരുന്ന ജീവിതമാണല്ലോ. അപ്പോൾ അവരൊക്കെ ഈ കവളാചാരത്തിൻ്റെ ആളുകളാണ്. അവർക്ക് മദ്യം, മാംസം, മധു ഇതെല്ലാം വേണ്ടതാണ്. അപ്പം അത് അവർക്കായിട്ട് നിവേദിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ ശക്തി ചൈതന്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ വീട്ടുകാർ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് പ്രാപ്തരാകും അവർ. വെറുതെ നമ്മൾ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ശക്തി ഉണ്ടായിരിക്കും, കൂടുതലൊന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അല്ല, ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ വളരെയധികം ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു ഉത്സാഹം ഉണ്ടാവും അവർക്ക് കർമ്മങ്ങൾ ചെയ്യാൻ ഇതിനൊക്കെ. അപ്പോൾ ഒരു ശത്രുവിൻ്റെ അല്ലെങ്കിൽ നമുക്കൊരു ദോഷം വന്നു, അതിനെ തടയിടാനായിട്ട് അവരെ കൊണ്ട് കഴിയും. നമ്മൾ അവരോട് സൂചിപ്പിക്കണമെന്നില്ല. അതൊക്കെ നമുക്ക് വേണ്ട ഒരു അച്ഛനെ പോലെ അമ്മയെ പോലെ ഒക്കെ കൃത്യമായിട്ട് അവർ നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരും. നമുക്കറിയില്ല. പിന്നെ കഷ്ടങ്ങൾ വരുമ്പോൾ ആ കഷ്ടം എന്ന് പറഞ്ഞാൽ വളരെയധികം ദുരിതങ്ങളാണ്. അടിത്തറ ഇളകിയിട്ടാണ് കഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഏഴരശനി കണ്ടകശനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിത്തറ ഇറക്കിയിട്ട് പോവാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ദൈവങ്ങൾക്കും ബന്ധനങ്ങളോ ബാധകളോ ദുരിതങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ടാവും. അപ്പൊ അത് നല്ല അറിവുള്ള ഒരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കി, ധർമ്മദൈവാദികളൊക്കെ നല്ല കൃത്യമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്നുള്ളത് പ്രശ്നം മുഖാന്തരം ചിന്തിച്ച് ധർമ്മദൈവങ്ങൾക്ക് അല്ലെങ്കിൽ കുടിവെച്ച് ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് ബന്ധനങ്ങളോ അശുദ്ധികളോ ഉണ്ടെങ്കിൽ അതിനെ തീർത്തിട്ട് അവർക്ക് കർമ്മം കൊടുക്കുക. ഇപ്പൊ ഒരു കരിശക്തി മേടിച്ചു തോന്നുന്നു, എവിടുന്നോ പോയിട്ട് ഇങ്ങനെ മേടിച്ചു കൊണ്ടുവന്ന് വിചാരിക്കുക. ആ സ്ഥലത്ത് അനവധി പ്രശ്നങ്ങൾ ഉള്ളതാണെന്ന് ധരിക്കുക. ആ സ്ഥലത്ത് ശത്രുദോഷങ്ങൾ ഉണ്ടാകാം, സ്ഥലപരമായി കാണിക്കുന്നതായ പ്രേതദോഷങ്ങളോ സർപ്പദുരിതങ്ങളോ ഉണ്ടായിരിക്കാം. അതിലുള്ളവർക്ക് യാതൊരു തരത്തിലും സുഖസൗര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കരിശക്തി മേടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് വരും, അല്ലെങ്കിൽ ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കും, ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഉറപ്പിന്മേലാണ് ഈ കരിശക്തിയൊക്കെ മേടിച്ച് മിക്കവാറും കൊണ്ടുവയ്ക്കുക. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചിട്ട് കൃത്യമായിട്ട് ഇവർ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ ഈ ചാത്തിനോട് വെറുപ്പ് വരാൻ തുടങ്ങും. അല്ലെങ്കിൽ അത് മാത്രമാണ് ഒരു ഉദ്ദേശം, ഇത്ര ദിവസം കഴിഞ്ഞ് ജോലി കിട്ടും, ഇത്ര ദിവസം കഴിഞ്ഞ് പൈസ കിട്ടും, സാമ്പത്തിക ഉന്നതി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ അത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ആ താല്പര്യം കുറേശ്ശായിട്ട് കുറയും. വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളൊരു തോന്നല വരിക. അപ്പൊ അത് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടൊന്നും ഇദ്ദേഹത്തിനെ ആശ്രയിക്കരുത്, കൊണ്ടുവയ്ക്കരുത്. ഇദ്ദേഹം ദൈവമാണ്. ആ ദൈവത്തിനെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ആരാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശക്തി ചൈതന്യങ്ങൾ ഇങ്ങനെ നിറയെ ഉണ്ടായിരിക്കും. ആ ശക്തി, അതിന്റെ ആ പവർ കൊണ്ട് നമുക്ക് പലതും നേടാനാകും, പല ദുരിതങ്ങളും നീക്കം ചെയ്യാനാകും.
അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അത് കൊണ്ടുവരട്ടെ, ഇത് കൊണ്ടുവരട്ടെ, ആ ദോഷങ്ങൾ തീർക്കട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. അദ്ദേഹത്തിന് നമ്മളോടൊരു ഇഷ്ടം തോന്നണം, അദ്ദേഹത്തിന് നമ്മളോടൊരു ഇഷ്ടം തോന്നണം, ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. അതിന് നമ്മുടെ പെരുമാറ്റം വളരെയധികം നന്നായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുമ്പോൾ ആ ചാത്തന്റെ ശക്തി അല്ലെങ്കിൽ ആ ചാത്തൻ ആ വ്യക്തികളൊപ്പം ഉണ്ടായിരിക്കും. അതിൽ യാതൊരു തർക്കമില്ല. ഇപ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്കറിയാം, നമുക്ക് കർമ്മങ്ങൾ എന്നെ കൊണ്ട് പറ്റാത്ത കർമ്മങ്ങളൊക്കെയാണ് ചെയ്യുക. അതിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് വിഷ്ണുമായ ചാത്തൻ, മലങ്കുർത്തി ഭദ്രകാളി, എൻ്റെ അച്ഛൻ ഹനുമാൻ സ്വാമി, മലവാരത്തമ്മ, നാഗങ്ങള്, കരിങ്കുട്ടി, പറക്കുട്ടി, പുളിയൻ, ഗുരുമുത്തച്ഛന്മാര്, അങ്ങനെയുള്ളതായ അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് നമുക്കത് ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ നിത്യം അവരെ ആരാധിക്കുമ്പോൾ നമുക്കതിൻ്റെ ശക്തികൾ ഉണ്ടാകും. പിന്നെ നമ്മുടെ വീട്ടിലും ചാത്തനുണ്ട്, വേറെ മടങ്ങളിലും ചാത്തനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലുള്ള പോലെ തന്നെ നമുക്കും അതിൻ്റെ കൂടുതൽ ആകർഷകരോ കൂടുതൽ സാമ്പത്തിക ഉന്നതിയോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓരോരുത്തർക്കും ഓരോ തലവരയുണ്ട്. ആ തലയിൽ വരച്ചതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ. അതുകൊണ്ട് ചാത്തൻ ഒരു വീട്ടിലുണ്ട്, ചാത്തന്റെ ക്ഷേത്രം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതേപോലെ തന്നെ ആയിക്കൊള്ളുന്നില്ല. പിന്നെ കഴിവുണ്ടാകുക, ആ കഴിവുണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തില് അപ്പോൾ ഒരു കർമ്മിക്ക് അദ്ദേഹം വെച്ച് പൂജിക്കുന്ന ആ മൂർത്തികൾക്ക് പവർ ഉണ്ടെങ്കിൽ വരുന്ന ആളുകൾക്ക് അതിൻ്റെ സഹായം 100% ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഓരോ കുടുംബത്തിലും ചാത്തന്റെ അല്ലെങ്കിൽ ദേവീനൊക്കെ വെച്ച് ആരാധിക്കുന്നവരുടെ കഥ തന്നെയാണ്. അപ്പോൾ അത് അവരെ വെച്ച് പൂജിക്കുക, അവർക്ക് വിഷമം വരാത്ത തരത്തിൽ കർമ്മങ്ങൾ ചെയ്യാം. 10 ദിവസം 20 ദിവസം ചെയ്യാതിരിക്കരുത്, കൃത്യമായിട്ട് ആചരിക്കുക. കൃത്യമായിട്ട് ആചരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ശക്തി ഉണ്ടാവും. ഈ ഓട്ടുവിളക്കുണ്ട്, ഓട്ടുകൾക്ക് നിത്യം അത് തുടയ്ക്കുകയോ അല്ലെങ്കിൽ കഴുകുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. അതൊരു വിളക്കൊക്കെ വെച്ച് അത് അങ്ങനെ വെച്ച് വിളക്ക് തിരികട്ടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് ആ എണ്ണ വെച്ചത് അങ്ങനെ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞാൽ വിളക്ക് ആകെ പൂപ്പായി പച്ചപ്പ് പിടിച്ച് ആകെ കരി പിടിച്ച് വൃത്തിയില്ലാത്ത പോലെ ആവുക. പിന്നെ അത് വൃത്തിയാക്കി വരണമെങ്കിൽ കുറേ ദിവസം തന്നെ ഒരക്കലും കഴുകലൊക്കെ ആവണം. അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ നിത്യം കർമ്മം ചെയ്യുമ്പോൾ ആ വിഷ്ണുമായിക്ക് അല്ലെങ്കിൽ ആ മൂർത്തികൾക്ക് നല്ല ശക്തി ഉണ്ടാകും. അല്ല വല്ലപ്പോഴോ ചെയ്യണമെന്ന് വെച്ചെങ്കിലോ അവരെ ആ പഴയ രൂപത്തിലാക്കി കൊണ്ടുവരാൻ വളരെ പാടാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഒരു അറിവാകട്ടെ. നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.